മകന്റെ ഭാര്യയോട് തലാഖ് ആവശ്യപ്പെട്ട ഭർത്തൃപിതാവ് പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിയായ പെൺകുട്ടിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്താൻ ആവശ്യപ്പെട്ടാണ് മഹല്ല് കമ്മിറ്റി വഴി ഭർത്തൃപിതാവ് കത്ത് നൽകിയത്. നിയമവിരുദ്ധമായ തലാഖിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. അതേസമയം പ്രശ്നം ഒതുക്കി തീർക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ടതായി പരാതി. ഖത്തറിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന പാലക്കാട് വടക്കഞ്ചേരിയിലുള്ള യുവതിയും മൂവാറ്റുപുഴ വാഴപ്പിള്ളി സ്വദേശിയായ യുവാവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ വർഷം മാർച്ചിലാണ് നടന്നത്. വിവാഹശേഷം ജോലി സംബന്ധമായി യുവതി സഹോദരനോടൊപ്പം ഖത്തറിലെത്തി ഭർത്താവിനെയും ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള വിസയുൾപ്പെടെ ശരിയാക്കി. ഒരു തവണ ഗൾഫിലെത്തി നാട്ടിലേക്ക് മടങ്ങിയ ശേഷം യുവാവിനെ കാണാനില്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബത്തെ ഭർത്തൃവീട്ടുകാർ അറിയിച്ചു. എന്നാൽ യുവാവ് സൗദി അറേബ്യയിലേക്ക് കടക്കുകയായിരുന്നുവെന്ന് എംബസി വഴി നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഇതിന് പിന്നാലെയാണ് തലാഖ് ആവശ്യപ്പെട്ട് ഭർത്തൃപിതാവ് മഹല്ല് വഴി കത്തയച്ചത്. എന്റെ അറിവോ സമ്മതമോ എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ വാപ്പയാണ് ഇങ്ങനെ ഒരു ലെറ്റർ പള്ളി കമ്മിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്തത്. നിന്റെ വിധിയാണെന്ന് നീ സമാധാനിക്കുക എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. ഇത് വിധിയല്ല, കാരണം എനിക്കൊന്നും അറിയാം. ഒരുപാട് പെൺകുട്ടികൾ ഇത് വിധി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ നമുക്ക് പറ്റില്ല. ഇവിടെ ഒരു നിയമമുണ്ട്, ആ നിയമത്തിൽ വിശ്വസിക്കുന്നുമുണ്ട്. യുവാവ് പണം ആവശ്യപ്പെട്ടപ്പോഴെല്ലാം യുവതിയും കുടുംബവും നൽകിയിരുന്നു. ആവശ്യത്തിന് സാമ്പത്തികമില്ലെന്നും സൗന്ദര്യമില്ലെന്നും ഇടയ്ക്കിടെ യുവാവിന്റെ കുടുംബം പരാതിപ്പെട്ടിരുന്നതായി യുവതി പറഞ്ഞു. നിയമവിരുദ്ധമായ തലാഖിനെതിരെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. ഇതിനിടെ പ്രശ്നം ഒത്തുതീർക്കാനായി മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ടതായി പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ മുൻ മന്ത്രി മുസ്ലിം ലീഗിന്റെ PA എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തു. അവര് ഞങ്ങളെ നിരന്തരം ഞങ്ങളായിട്ട് ഇടപെടാൻ ആരോടും പറഞ്ഞില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ആരോടും ഇടപെടാൻ പറഞ്ഞില്ല. അതിന്റെ ഇടയിൽ ഇയാൾ നിരന്തരം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. കൌൺസിലിംഗ് അടക്കമുള്ള വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നുറപ്പായാൽ മാത്രം തലാഖ് അനുവദിക്കാമെന്നതാണ് ഇസ്ലാമിക നിയമം. വനിതാ കമ്മീഷനും വഖഫ് ബോർഡിനും കൂടി പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് യുവതിയും കുടുംബവും. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. സിജു ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. സിജു, ഈ തലാഖുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും വിവാദങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ വാർത്ത. അതായത് മുസ്ലിം വ്യക്തി നിയമം അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതിയിൽ വരെ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മൾ കണ്ടു. സത്യത്തിൽ ഇവിടെ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? മനു നേരത്തെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് വടക്കഞ്ചേരിയിലുള്ള യുവതിക്കാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. തലാഖിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ യുവതി അനുഭവിക്കുന്നത്. ഭർത്താവിന്റെ പിതാവാണ് ഇവിടെ തലാഖ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഭർത്താവിന്റെ പിതാവിന് ഇത്തരത്തിലൊരു തലാഖ് ആവശ്യപ്പെടാനുള്ള അവകാശമില്ല. തലാഖ് ആവശ്യപ്പെടുന്നതിന് തന്നെ വിവിധ ഘട്ടങ്ങളുണ്ട്. ഈ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവസാനമാണ് തലാഖിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുക. എന്നാൽ ഇവിടെ ഈ യുവതി പറയുന്നത് ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടില്ല. ഇവരുടെ ഈ പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിയായ യുവതിയും മൂവാറ്റുപുഴ വാഴപ്പള്ളി സ്വദേശിയായ യുവാവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ 2016 മാർച്ചിലാണ് നടന്നത്. ഈ സമയത്ത് ഖത്തറിൽ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു പെൺകുട്ടി. വിവാഹശേഷം ഭർത്താവിന്റെ കുടുംബക്കാരുടെയും എല്ലാം സമ്മർദ്ദത്തോടുകൂടി യുവതി സ്വന്തം സഹോദരനോടൊപ്പം ഖത്തറിലേക്ക് ജോലി സംബന്ധമായി തിരിച്ചുപോയി. ഈ സമയത്ത് ഭർത്താവിനെ കൂടി ഖത്തറിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വിസ ഉൾപ്പെടെ ഇവർ ശരിയാക്കിയിരുന്നു. ഇതിനുശേഷം ഒരു തവണ ഖത്തറിലെത്തുകയും കുറച്ചുനാൾ അവിടെ താമസിച്ച ശേഷം യുവാവ് നാട്ടിലേക്ക് മടങ്ങി. പിന്നീട് ഈ പെൺകുട്ടി യുവാവിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ കാണാനില്ല എന്നൊരു മറുപടിയാണ് ഈ കുടുംബം നൽകിയത്. എന്നാൽ പിന്നീട് ഇവർ എംബസി വഴി അന്വേഷിച്ചപ്പോൾ സൗദി അറേബ്യയിലേക്ക് യുവാവ് കടന്നിട്ടുണ്ടെന്ന വിവരം ലഭിച്ചു. ഇതിന് പിന്നാലെയാണ് തലാഖ് ആവശ്യപ്പെട്ട് ഈ ഭർത്തൃപിതാവ് മഹല്ല് കമ്മിറ്റി വഴി കത്തയച്ചിരിക്കുന്നത്. ഇവിടെ പെൺകുട്ടി സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള ഇസ്ലാമിക നിയമം അനുസരിച്ചുള്ള ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത് അക്കാരെയാണ് തലാഖ് ആവശ്യപ്പെട്ടത്. താനും ഭർത്താവും തമ്മിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നില്ല. ഭർത്തൃ കുടുംബത്തിലെ ആരെങ്കിലും തന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ തന്റെ മഹല്ല് കമ്മിറ്റിയുമായി സംസാരിച്ചിരുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി പറയുന്നത്. ഇതിനിടെ യുവാവ് ആവശ്യപ്പെട്ട സമയത്തെല്ലാം പെൺകുട്ടിയും കുടുംബവും പണവും നൽകിയിരുന്നു. എന്നാൽ ഇതിനിടെ വിവാഹശേഷം സിജു, പ്രധാനമായും രണ്ട് കാര്യങ്ങൾ. ഒന്ന് തലാഖിന്റെ നിയമപരമായ സാധുത. മറ്റൊന്ന്, ഇനി അത് മാറ്റിവെച്ചാൽ ഈ മുസ്ലിം വ്യക്തി നിയമപ്രകാരം
തലാഖ് ചൊല്ലാൻ ഭർതൃപിതാവിന് അധികാരമില്ല, അതിന് മറ്റു നടപടിക്രമങ്ങളുണ്ട്. ഇവിടെ അതൊന്നും പാലിച്ചിട്ടില്ല എന്നാണ് പെൺകുട്ടി നമ്മളോട് പറഞ്ഞ വിവരങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറിയത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ആ പെൺകുട്ടി? മനു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിവാഹശേഷം കുറച്ചുനാൾ താമസിച്ച ശേഷം പെൺകുട്ടി ഖത്തറിലായിരുന്നു, അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു. ഇതിന് ഭർത്തൃ കുടുംബത്തിന് അനുമതിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനിടെ വിവിധ ഘട്ടങ്ങളിലായി ഈ ഭർത്താവിന്റെ കുടുംബം പണം ആവശ്യപ്പെട്ടു. ഭർത്താവും ഉൾപ്പെടെയുള്ളവർ പണം ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ആ പണം നൽകി. എന്നാൽ ആവശ്യത്തിന് സാമ്പത്തികമില്ലെന്നും സൗന്ദര്യമില്ലെന്നും ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങൾ പറഞ്ഞ് പലതവണ യുവതിയെ മാനസികമായി പീഡിപ്പിച്ചതായി ആ യുവതി പറയുന്നുണ്ട്. ഈ നിയമവിരുദ്ധമായ തലാഖിനെതിരെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടി നിലവിലൊരു പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ എല്ലാ കാര്യങ്ങളും വിശദമായി പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ കാലം മുതലുള്ള മുഴുവൻ കാര്യങ്ങളും, അതോടൊപ്പം തന്നെ അതിൽ പല കാര്യങ്ങളും ഗാർഹിക പീഡനത്തിന്റെ ഉൾപ്പെടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന രീതിയിലാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിയമവിരുദ്ധമായ തലാഖിനെതിരെയുള്ള നിയമ നടപടികൾ എടുക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തലാഖിന് വിവിധ ഘട്ടങ്ങളുണ്ട്. 3 ഘട്ടങ്ങളാണ് തലാഖിനുള്ളത്. അതിന്റെ 3 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് തലാഖിന് നിയമപരമായ സാധ്യതയുള്ളത്. നിലവിൽ തലാഖുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പലതും തലാഖിന് നിയമ സാധ്യത ഉണ്ടോ എന്നുൾപ്പെടെയുള്ള ചർച്ചകൾ നിയമപരമായി തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ആ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നതിന് പകരം ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന, തലാഖിന്റെ പേരിൽ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ദുരിതം എന്ന രീതിയിലാണ് ഈ പ്രശ്നത്തെ നമ്മൾ കാണേണ്ടത്. നിലവിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ നിയമവിരുദ്ധമായ തലാഖുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ എന്ന പേരിൽ കുറെ ആളുകൾ ബന്ധപ്പെട്ട് കേസ് ഒത്തുതീർക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടു. അതിൽ മുസ്ലിം ലീഗിന്റെ മുൻ മന്ത്രിയുടെ PA എന്ന രീതിയിൽ ഒരാൾ നിരന്തരം തങ്ങളെ ബന്ധപ്പെട്ടിരുന്നു എന്നും ഈ സഹോദരൻ ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ തങ്ങൾ ആരോടും ഈ കേസിൽ ഇടപെടാൻ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയക്കാരോടോ ഇടപെടാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല. ഈ സഹോദരനും പെൺകുട്ടിയും ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ ധീരമായ ഒരു നിലപാട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു പ്രശ്നം ഇനി ഒരു സാമൂഹ്യ പ്രശ്നം എന്ന രീതിയിൽ ഇതിനെ കാണണം. ഒരു പെൺകുട്ടിക്കും വരുന്ന ഭാവിയിൽ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി തലാഖ് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കണം എന്നതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഇടപെടലുണ്ടായാലും നിയമപരമായി തന്നെ അതിനെ നേരിടാനാണ് ഈ യുവതിയും കുടുംബവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ വനിതാ കമ്മീഷനും വഖഫ് ബോർഡിനും കൂടി പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ആ പെൺകുട്ടിയും കുടുംബവും. സിജു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞത്, ഈ മുസ്ലിം ലീഗ് നേതാക്കളുടെ രംഗപ്രവേശം കേസുമായി ബന്ധപ്പെട്ട് ഒതുക്കി തീർക്കാൻ അവരുടെ പ്രസക്തിയാണ് ഏറ്റവും പ്രധാനമായും. ആ നേതാക്കൾ എന്തിനിടപെട്ടു എന്നുള്ളതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഒരു പക്ഷേ ഈ തങ്ങൾക്ക് ഉന്നതരുടെ പിന്തുണയുണ്ട് എന്ന് കാണിച്ച് ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പെൺകുട്ടിയെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു ഇടപാട് കൂടി ആയിരിക്കില്ലേ അത്? മനു, തീർച്ചയായും. കാരണം ഇവരുടെ പരാതിക്ക് ശേഷമാണ് ഈ മുസ്ലിം ലീഗ് നേതാക്കൾ എന്ന പേരിൽ പലരും ബന്ധപ്പെടുന്നത്, മുൻമന്ത്രിയുടെ PA എന്ന രീതിയിൽ പലരും ബന്ധപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം 6 പേജുള്ള വിശദമായ ഒരു പരാതിയാണ് ഈ യുവതിയും കുടുംബവും തയ്യാറാക്കിയിരിക്കുന്നത്. ചെറിയ കാര്യങ്ങളല്ല, അതിൽ വിശദമായി ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട്, വിവാഹം കഴിഞ്ഞത് മുതലുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് വിശദമായി പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോലീസിന് പോകേണ്ടി വരും. ഇത്തരത്തിൽ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് ഉറപ്പായ സമയത്താണ് മുസ്ലിം ലീഗ് നേതാക്കൾ എന്ന പേരിൽ പലരും ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. ഈ പ്രശ്നം ഒരു കേസായി അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട, കേസ് ഒത്തുതീർത്ത് നഷ്ടപരിഹാരം വാങ്ങിച്ചു തരാമെന്നുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത്. മനു, ശരി സിജു, തുടരുക. സിജു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. സിജു, നമ്മൾ ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ ഇയാളെ കാണാനില്ല എന്നായിരുന്നു ഈ പെൺകുട്ടിയെ ഭർതൃപിതാവ് അല്ലെങ്കിൽ ഭർതൃ കുടുംബം അറിയിച്ചത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പിന്നീട് അവർ എംബസി വഴി പെൺകുട്ടി അന്വേഷിച്ചപ്പോൾ സൗദിയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇദ്ദേഹവുമായി ബന്ധപ്പെടാനോ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയത്തിന് പെൺകുട്ടി കഴിഞ്ഞിട്ടുണ്ടോ?
മനു, ഈ സംഭവത്തിന് ശേഷം പെൺകുട്ടിക്ക് യുവാവുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. കാരണം കൃത്യമായും ഇവർ പറയുന്നുണ്ട് ഭർത്തൃ കുടുംബത്തിന്റെ അറിവോടുകൂടിയാണ് സൗദി അറേബ്യയിലേക്ക് പോയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ കൃത്യമായി പറയുന്നുണ്ട്. കാരണം അതിനുശേഷം ഈ സഹോദരനും യുവതിയും അടക്കം ഖത്തറിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഈ കുടുംബവുമായി ബന്ധപ്പെട്ടെങ്കിലും ഇവരെ അപമാനിച്ചു വിടുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. യുവാവിന് ഈ പെൺകുട്ടിയുമായുള്ള ബന്ധത്തിൽ താല്പര്യമില്ല, അതുകൊണ്ടാണ് സൗദിയിലേക്ക് പോയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഭർത്തൃപിതാവും അവരുടെ കുടുംബവും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവർ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് 2 മാസത്തിനകം യുവാവിനെ നാട്ടിലെത്തിക്കാമെന്നും തുടർന്ന് തലാഖുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും ഈ ഭർത്തൃ കുടുംബം അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ആ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഈ യുവതിക്ക് തലാഖ് ആവശ്യപ്പെട്ടുകൊണ്ട് ഭർത്തൃപിതാവ് മഹല്ല് കമ്മിറ്റി വഴി ഇവരുടെ മഹല്ല് കമ്മിറ്റിയിലേക്ക് പരാതി അയക്കുകയായിരുന്നു. മനു, സിജു, ഇനിയിപ്പോൾ ഇവർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വനിതാ കമ്മീഷൻ അടക്കമുള്ള സംഘടന അല്ലെങ്കിൽ ഏജൻസികളെ സമീപിച്ചത് തുടർ നിയമ നടപടികളിലേക്കും കാര്യങ്ങളിലേക്കും നീങ്ങാൻ പോവുകയാണോ? ഈ നീങ്ങുന്ന ഘട്ടത്തിൽ നേരത്തെ പോലീസിനെ സമീപിച്ചപ്പോൾ ഈ ലീഗ് നേതാക്കൾ അടക്കം ഇടപെട്ടത് ഉള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സമഗ്രമായ നിയമ പോരാട്ടത്തിലേക്കാണോ യുവതിയും കുടുംബവും നീങ്ങാൻ പോകുന്നത്? തീർച്ചയായും മനു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഇപ്പോൾ നിലവിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലാണ് മഹല്ല് കമ്മിറ്റിക്കെതിരെയും അതോടൊപ്പം തന്നെ ഭർത്തൃപിതാവിനെതിരെയും വിശദമായ പരാതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയും അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ സഹോദരനും പറയുന്നത് ഇത് ഒരു സാമൂഹ്യ പ്രശ്നമായി കാണണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. തുടരുക. ഇപ്പോൾ ശ്രീമതി ടി എൻ സീമ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ടി എൻ സീമ, നമ്മൾ ഇതിന്റെ നിയമപരമായ വശങ്ങൾ, തലാഖിന്റെ കാര്യങ്ങൾ കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ഇത്തരത്തിൽ നേരിടേണ്ടി വരുന്ന ഈ ദുരവസ്ഥകൾ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഇതിനകത്ത് രാജ്യത്ത് നിലവിലുള്ള എല്ലാ നിയമ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഈ നിലയിൽ നടക്കുന്നത്. ഇവർക്കുണ്ട് എന്ന് ധരിക്കുന്ന ഇല്ലാത്ത ചില അധികാരങ്ങൾ വെച്ചുകൊണ്ടുള്ള സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളാണ് ഇതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ തലാഖിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതില് സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്, അതിന് മനുഷ്യാവകാശം തന്നെയാണ്, അതാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാര്യവും. അപ്പൊ അത്തരത്തിൽ തലാഖ് ശരീഅത്ത് പ്രകാരം തന്നെയുള്ള തലാഖിൽ പോലും ഈ നിലയിൽ തലാഖ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ നിലയിൽ മഹല്ല് കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നേതാക്കളുടെയൊക്കെ സഹായത്തോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ, അത് ശരിക്കും വാസ്തവത്തിൽ നിയമ നടപടിക്ക് വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാകുന്നു എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കാര്യം. അപ്പൊ അത്തരം ആ കാര്യത്തിൽ പെൺകുട്ടിയുടെ കുടുംബം നടപടിക്ക് തയ്യാറാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ പെൺകുട്ടിയുടെ ഒപ്പം തന്നെ കുടുംബവും അതുപോലെ തന്നെ സമൂഹം നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. തീർച്ചയായിട്ടും ശ്രീ ടി എൻ സീമ, ഇത്തരത്തിൽ നിയമപരമായ കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഈ ദുരവസ്ഥകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ലീഗ് നേതാക്കൾ ഇടപെട്ടു എന്നാണ് പറയുന്നത്. അവർ വരെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഈ പെൺകുട്ടിയുടെയും അവരുടെ കുടുംബത്തിന്റെയും ധീരത മാത്രം മതിയാകുമോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ മാറ്റി എഴുതാൻ? അല്ല, ഒന്ന് നാട്ടിലെ നിയമവ്യവസ്ഥ അവരുടെ സഹായത്തിന് എത്തിയേ മതിയാകൂ. ഇതിനുവേണ്ടി നിൽക്കുന്ന സാമൂഹ്യ സംഘടനകൾ, ഇതിനുവേണ്ടി ഇത്തരം പുരോഗതിക്ക് വേണ്ടി നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സഹായത്തിനെത്തണം. അതൊക്കെ എത്തും തന്നെയാണ് വിശ്വാസം. കാരണം അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടില് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സമൂഹം ഇപ്പോഴൊരു പുരുഷാധിപത്യ സമൂഹമാണ്. അതുപോലെ തന്നെ യാഥാസ്ഥിതികത്വം നല്ല നിലയിൽ നിലനിൽക്കുന്ന ഒരു സമൂഹം തന്നെയാണ്. പ്രത്യേകിച്ച് മതത്തിന്റെ അവകാശങ്ങൾ, സവിശേഷ അവകാശങ്ങൾ എന്ന നിലയിലാണ്
തന്നെയാണ് ഇത് സംരക്ഷിക്കപ്പെട്ടു പോകുന്നത്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾ, ലീഗായാലും കൊള്ളാരായാലും രാഷ്ട്രീയ നേതാക്കൾ ഇതിനുവേണ്ടി ഇടപെടുന്നു എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. കാരണം ഇത്തരം സാമൂഹ്യ തിന്മയാണ്. ഈ സാമൂഹ്യ തിന്മയെ തുറന്നെതിർക്കാനായിട്ട് തയ്യാറാകുന്ന, വാസ്തവത്തിൽ ഒരു പെൺകുട്ടിയോ അവളുടെ കുടുംബവും തയ്യാറായില്ലെങ്കിൽ അതിനോടൊപ്പം നിന്നുകൊണ്ട്, കാരണം പലതരത്തിലുള്ള ഭയം ഉണ്ടാകും ഈ സമൂഹത്തിൽ തുറന്ന് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഇത്തരം എതിർപ്പുകൾ വന്നു കഴിഞ്ഞാൽ നിലനിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു കുടുംബത്തിന് എല്ലാവരും സഹായിക്കാനായിട്ട് തയ്യാറായി വരണം എന്നാണ്. ഇത്തരത്തിലുള്ള തിന്മകൾക്ക് ഇതൊരു കുറ്റം തന്നെയാണ്. ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള നടപടിയും ഉണ്ടാവണം. മറ്റൊന്നുകൊണ്ട് ഈ തലാഖ് പോലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇസ്ലാം പ്രധാന മതമായ പല രാജ്യങ്ങളിൽ പോലും അംഗീകരിച്ചിട്ടില്ല, അവർ പോലും ഇതിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മാത്രം ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു? ഒരുപക്ഷെ ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ പോലും ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള മതപരമായ നിയമങ്ങളെല്ലാം അത് പുരുഷന് വേണ്ടിയുള്ളതാണ്, സ്ത്രീകൾ അവിടെയെല്ലാം പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇതിന് മതപരമായ മതം സൃഷ്ടിച്ചിട്ടുള്ളതും മതനിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതും എല്ലാം തന്നെ പുരുഷാധിപത്യ സമൂഹമാണ്. അത് ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തി നിയമങ്ങളെ കുറിച്ച് സംസാരിച്ചാലും അല്ലെങ്കിൽ മത ആചാരങ്ങളെ കുറിച്ച് സംസാരിച്ചാലും എല്ലാം അതിൽ നിഴലിച്ച് കാണുന്നത് ഈ പുരുഷാധിപത്യം മാത്രമല്ല, അതിനകത്തൊരു ഈ പ്രാമാണിത്വത്തിൻ്റെതായിട്ടുള്ള മേധാവിത്വം കാണാൻ കഴിയും. അപ്പൊ അതിൽ തന്നെ മതത്തിൽ തന്നെയുള്ള എല്ലാ പുരുഷന്മാരും തുല്യരാണെന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള മേധാവിത്വത്തിന്റെ, പുരുഷാധിപത്യത്തിന്റെയും മതമേധാവിത്വത്തിൻ്റെതായിട്ടുള്ള ഒരു അധികാരം അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ രാജ്യത്ത് മോദി ഭരണം വന്നതിന് ശേഷമുള്ള വർഗീയതയുടെ ശക്തിപ്പെടുത്തലും മതമൗലികവാദത്തിന്റെ ശക്തിപ്പെടലും എല്ലാം തന്നെ ഇത്തരം ആളുകൾക്ക് വാസ്തവത്തിൽ ഒരു അനുകൂല സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതൊരു മതത്തിന് വേണ്ടിയൊന്നുമല്ല. ഒരു മതവും ഇത്തരത്തിലുള്ള അതിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയല്ല എന്ന് ഇസ്ലാം തന്നെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും മതത്തിന് വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ യാഥാസ്ഥിതിക താല്പര്യങ്ങൾ, തങ്ങളുടെ മേധാവിത്വം, അധികാരം നിലനിന്ന് കാണാൻ വേണ്ടി സമൂഹത്തിലെ സ്ത്രീകളെ നിശബ്ദരാക്കാൻ വേണ്ടിയുള്ള, നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഈ ശ്രമത്തെ തന്നെയാണ് ഇതൊരു നിയമം വന്നതുകൊണ്ട് മാത്രം വരുന്നതല്ല, മറിച്ച് ഇതൊരു മനോഭാവമായിട്ട് ഇത് മാറാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതൊരു വാസ്തവത്തിൽ ഒരു സാമൂഹ്യ തിന്മ എന്ന നിലയിൽ തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണവും ഇടപെടലും ഇതിനാവശ്യമാണ്. ഒരു കാര്യം കൂടി, അതായത് ഈ പെൺകുട്ടി പ്രധാനമായി ഇനിയിപ്പോൾ വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് ഒരു പക്ഷേ നീങ്ങേണ്ടി വരും. എല്ലാ പിന്തുണയും TNC വാഗ്ദാനം ചെയ്യുന്നില്ലേ ആ കുട്ടിക്ക്? എന്റെ ഒരു വ്യക്തിപരമായ പിന്തുണയല്ല. ഈ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഈ കേരളത്തിലെ പുരോഗമനമുള്ള പ്രസ്ഥാനങ്ങൾ ആ പെൺകുട്ടിക്കൊപ്പം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീമതി TNC ഞങ്ങളോട് സംസാരിച്ച അവസ്ഥ ഈ ഒരു വിഷയത്തിൽ. ഏതായാലും മകന്റെ ഭാര്യയോട് തലാഖ് ആവശ്യപ്പെട്ട ഭർതൃപിതാവ് പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിയായ പെൺകുട്ടിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്താൻ ആവശ്യപ്പെട്ടാണ് മഹല്ല് കമ്മിറ്റി വഴി ഭർതൃപിതാവ് കത്ത് നൽകിയത്. നിയമവിരുദ്ധമായ തലാഖിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം നിയമ നടപടിക്കൊരുങ്ങുന്നു. അതേസമയം പ്രശ്നം ഒതുക്കി തീർക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ടതായി പരാതി. വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. ഖത്തറിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന പാലക്കാട് വടക്കഞ്ചേരിയിലുള്ള യുവതിയും മൂവാറ്റുപുഴ വാഴപ്പിള്ളി സ്വദേശിയായ യുവാവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ വർഷം മാർച്ചിലാണ് നടന്നത്. വിവാഹശേഷം ജോലി സംബന്ധമായി യുവതി സഹോദരനോടൊപ്പം ഖത്തറിലെത്തി ഭർത്താവിനെയും ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള വിസയുൾപ്പെടെ ശരിയാക്കി. ഒരു തവണ ഗൾഫിലെത്തി നാട്ടിലേക്ക് മടങ്ങിയ ശേഷം യുവാവിനെ കാണാനില്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബത്തെ ഭർതൃവീട്ടുകാർ അറിയിച്ചു. എന്നാൽ യുവാവ് സൗദി അറേബ്യയിലേക്ക് കടക്കുകയായിരുന്നുവെന്ന് എംബസി വഴി നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഇതിന് പിന്നാലെയാണ് തലാഖ് ആവശ്യപ്പെട്ട് ഭർതൃപിതാവ് മഹല്ല് വഴി കത്തയച്ചത്. എന്റെ അറിവോ സമ്മതമോ എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ വാപ്പയാണ് ഇങ്ങനൊരു ലെറ്റർ പള്ളി കമ്മിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്തത്. നിന്റെ വിധിയാണെന്ന് നീ സമാധാനിക്കുക എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. ഇത് വിധിയല്ല, കാരണം എനിക്കൊന്നും അറിയാം. ഒരുപാട് പെൺകുട്ടികൾ ഇത് വിധി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ നമുക്ക് പറ്റില്ല. ഇവിടെ ഒരു നിയമമുണ്ട്, ആ നിയമത്തിൽ വിശ്വസിക്കുന്നുമുണ്ട്. യുവാവ് പണം ആവശ്യപ്പെട്ടപ്പോഴെല്ലാം യുവതിയും കുടുംബവും നൽകിയിരുന്നു. ആവശ്യത്തിന് സാമ്പത്തികമില്ലെന്നും സൗന്ദര്യമില്ലെന്നും ഇടയ്ക്കിടെ യുവാവിന്റെ കുടുംബം പരാതിപ്പെട്ടിരുന്നതായി യുവതി പറഞ്ഞു. നിയമവിരുദ്ധമായ തലാഖിനെതിരെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. ഇതിനിടെ പ്രശ്നം ഒത്തുതീർക്കാനായി മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ടതായി പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ മുൻ മന്ത്രി, മുസ്ലിം ലീഗിന്റെ PA എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തു. അവർ ഞങ്ങളായിട്ട് ഇടപെടാൻ ആരോടും പറഞ്ഞില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ആരോടും ഇടപെടാൻ പറഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ ഇയാൾ നിരന്തരം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. കൌൺസിലിംഗ് അടക്കമുള്ള വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നുറപ്പായാൽ മാത്രം തലാഖ് അനുവദിക്കാമെന്നതാണ് ഇസ്ലാമിക നിയമം.
വനിതാ കമ്മീഷനും വഖഫ് ബോർഡിനും കൂടി പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് യുവതിയും കുടുംബവും. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ.